നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഗുരുദേവൻ്റെ ജന്മദിനമാണ്. അയ്യങ്കാളിയുടെയും ജന്മദിനം. കേരള കൗമുദി പത്രം ഗുരുദേവനെക്കുറിച്ച് 8-10 പേജ് സപ്ലിമെൻ്റ് ഇറക്കി. അത് പിന്നെ അവരുടെ സംഘടനയാണ്. അയ്യങ്കാളി സംബന്ധിച്ച് മഹാത്മാ അയ്യങ്കാളി എന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, ലോകം അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വിവരണം ലേഖനമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാർത്തയൊന്നും കൊടുത്താൽ കാണുന്നില്ല. അത് ഉൾപേജിൽ എന്തുകൊണ്ട് ഉമ്മതിയൊക്കെ അത്രയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. ഏതായാലും അതുപോലെ അനീതിക്കെതിരെ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. അതെങ്ങനെ ശരിയാകുന്നത്? 1903 അമേരിക്കയിൽ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. 100 വർഷം മുമ്പ്. അത് ആ സമയത്ത് ഇവിടെ പുലിന് എത്ര അടി അകലെ നിൽക്കണം, വീടിന് എത്ര അടി അകലെ നിൽക്കണം എന്നുള്ള ചർച്ചയായിരുന്നു. നമ്മളെങ്ങനെ വളരും? ഇപ്പോൾ അത് വലിയ മാറ്റമുണ്ടോ? ഇപ്പോൾ ചാണകം തിന്നുന്നു, ഗോമൂത്രം കുടിക്കുന്നു. അന്ധവിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമായിരിക്കുകയാണ് ഇന്ത്യ. അന്ധവിശ്വാസങ്ങളിലെയും അനാചാരങ്ങളിലെയും അസമത്വത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം. ആരോട് പറയാൻ? ആർക്ക് പറയാൻ? ഇനി നിങ്ങൾ ആരും ദയവ് ചെയ്ത് മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ സതീശൻ ജിയോ വിമർശിക്കരുത്. സതീശൻ ജിയെ മുസ്ലിം ലീഗിനെയൊക്കെ മൂക്കേറിട്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി സംഘപരിവാർ മൂക്കേറിട്ടിരിക്കുകയാണ്. അദാനിയൊക്കെ വെറും പേര് മാത്രം. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്, ഈ കോടാനുകോടി രൂപ വിറ്റ് തുലയ്ക്കുന്ന കൈകാര്യം ചെയ്തെല്ലാം ഇന്ത്യയിലെ സംഘപരിവാറാണ്. അതായത് കോർപ്പറേറ്റുവൽക്കരണം അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ എന്ന്. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ മറ്റ് സമുദായങ്ങൾക്കോ കാര്യമായ പ്രാതിനിധ്യമില്ല. വെറും 1% പോലും വരാത്ത ഫാസിസ്റ്റുകൾക്ക് മാത്രം. ഇപ്പോൾ ഒരു 20,000 കോടി രൂപ കുടിശ്ശികളുടെ ഒരു BJP MPക്ക് 6.5 കോടി രൂപ കൊടുത്ത പ്രശ്നം ഒത്തുതീർപ്പാക്കിയതാണ്. അദാനിക്ക് 1 രൂപയ്ക്ക് 1000 ഏക്കർ ഭൂമി യാത്തി കൊടുക്കണം. അതിന് എത്ര ലക്ഷം കോടി വില വന്നു? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വോട്ട് എണ്ണിയത് 4-ാം തീയതിയാണ്. 1-ാം തീയതി ഇപ്പോൾ അടുത്ത് നമ്മുടെ CM കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റിന് പോയി. അവിടെ ചെയ്ത് അദാനിയുടെ കർണാടകയിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ ചെയർമാനെ കണ്ടിട്ടുണ്ട്, മറ്റു പലരും കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും ഇതേവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പത്രക്കാർ ചോദിച്ചിട്ടില്ല. എന്താ ചോദിക്കാത്തത്? പത്രത്തിനെല്ലാം വിലക്കെടുത്തിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട പോയിട്ട്, ബുദ്ധിയുടെ അംശത്തോടെ മനസ്സിലാക്കേണ്ട പോയിട്ട്, വോട്ട് എണ്ണുന്നത് 4-ാം തീയതി. 4-ാം തീയതിയുടെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഭൂരിപക്ഷം UDF ഉണ്ടെന്ന് അറിയുന്നത്. 1-ാം തീയതി മുഖ്യമന്ത്രി സതീശനാകുമെന്ന് കണക്കാക്കി 1-ാം തീയതി ഇങ്ങനെ മംഗലാപുരത്ത് പോയി അങ്ങനെ വിളിച്ചവരറിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, BJPയുടെ നോമിനി മാത്രമാണ് അദാനി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നടന്ന കാപട്യം അല്ലെങ്കിൽ തട്ടിപ്പ്, വഞ്ചനയൊക്കെ എന്തായതെന്ന് ഊഹിക്കാൻ പോലും മലയാളികൾക്ക് സാധിക്കുന്നില്ല. കാരണം അത്ര കണ്ട് മലയാളികളൊക്കെ പിന്നെ എന്താ ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് പത്രക്കാരും. എന്തിനാണ് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ CM എന്ന് പറഞ്ഞ മേനോൻ സാറ് 1-ാം തീയതി കർണാടകയിൽ പോയത് അല്ലെങ്കിൽ മംഗലാപുരത്ത് പോയതെന്ന് ഏതെങ്കിലും പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കെല്ലാം സംശയമില്ല. അതെല്ലാം പത്രക്കാർ അദാനി ഗ്രൂപ്പ് എന്ന സംഘപരിവാർ ഗ്രൂപ്പ് വിലക്കെടുത്തു. പക്ഷേ വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് സംഘപരിവാറാണ്. പിണറായി എന്തൊക്കെ പറഞ്ഞു, പിണറായി ഇപ്പം കുരക്കുന്നുണ്ടല്ലോ. എന്ന് കുരക്കുന്ന 10 വർഷം ആരായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്? പിണറായിയുടെ പുതിയ തലമുറ ഏൽപ്പിക്കുന്നതാണ് ചെയ്യുന്നില്ലല്ലോ. പറയാൻ പറ്റും, ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ. അന്തസ്സുള്ള നട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലല്ലോ. അപ്പം വീണ്ടും പറയണം, 27-ാമത്തെ വയസ്സിലായിട്ട് പിണറായി സെക്രട്ടറി ആയതല്ലേ, സംസ്ഥാന സെക്രട്ടറി. അതിന് ആ കാലത്ത് തന്നെ മന്ത്രി MLA ആയി.
ഇപ്പോൾ വയസ്സ് 80 വയസ്സായി. എന്നിട്ട് എന്തേ പുതിയ ആളെ വയ്ക്കാത്തത്? മരിക്കുമ്പോൾ തന്നെ മരിക്കോളം ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം തെമ്മാടുത്തല്ലേ കാണിക്കുന്നത്? ഇത്രയും തെമ്മാടുത്ത് കാണിക്കാൻ ചോദിക്കാൻ ഒരു മലയാളി ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരും. കാരണം എല്ലാവർക്കും ഒരു രീതിയിൽ മറ്റുള്ള സ്വാധീനിച്ചിരിക്കുകയാണ്, പത്രക്കാർ സ്വാധീനിച്ച പോലെ. എല്ലാ നിലക്കും അപകടങ്ങളാണ് സംഭവിക്കുന്നത്. മുസ്ലിം ലീഗിന് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ധൃതരാഷ്ട്രാലിംഗനം എന്ന് ഞാൻ ഊഹം പറഞ്ഞു. ഇന്നിപ്പോൾ ചക്രവാണി എന്നായിട്ട് പറഞ്ഞ ഒരു ലേഖകൻ, അല്പം കമ്മ്യൂണിസ്റ്റ് അനുഭവം, അല്പം സംഘനുഭവമാണ്, അല്പം കൂടുതലൊന്നുമില്ല. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിനെ ചെയ്തു. അതായത് AICC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, 50ഓളം MLA സപ്പോർട്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിൽ അധികാരം ഉണ്ടെന്നല്ലേ? കാരണം വിലക്കെടുത്ത് അദാനി ഗ്രൂപ്പ് സതീഷിനെ വിലക്കെടുത്ത്, സതീശൻ ലീഗുകാർ വിലക്കെടുത്ത്. ഇപ്പം ലീഗിന് ഇനി മിണ്ടാൻ പറ്റില്ല, സതീഷ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിണ്ടായിട്ട് കുറേ ആളായല്ലോ. ഇന്നൊരു പത്രസമ്മേളനത്തിൽ ഞാൻ പോയപ്പോഴേ വേറെ പത്രസമ്മേളനം നടത്തിയ ഒരാളെ കുറിച്ച് കൈരളിയിലെ ഒരു റിപ്പോർട്ടർ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അന്നയാൾ കമ്മ്യൂണിസ്റ്റുകാരൊന്നുമില്ല, ചിലപ്പം BJP അനുഭവമുണ്ട്, NDA അനുഭവമുണ്ട്. NDA അനുഭവമുള്ള ഒരാൾ പത്രസമ്മേളനത്തിൽ അന്വേഷിച്ച് പിടിച്ച് കൈരളി ചാനലിലെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ എന്ന് പറയുമ്പോൾ ആ ചാനലിലെ റിപ്പോർട്ടർമാരൊക്കെ മനസ്സെവിടെയാണ്? ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള മനഃശാസ്ത്ര അല്പികൾ അറിയാവുന്നവർക്കെല്ലാം ഊഹിക്കാവുന്നുള്ളൂ. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല വന്നത്, കമ്മ്യൂണിസ്റ്റ് വിരോധി കൂടിയാണ്. കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസ് വിരോധി കൂടിയാണ്. ഒക്കെ രാഷ്ട്രീയക്കാരുമല്ല, പക്ഷെ അല്പം സംഘപരിവാർ NDAക്ക് അല്പം ചായവുണ്ടായി. അപ്പോൾ അത് അന്വേഷിച്ച് പിടിച്ച് വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ കൈരളി ചാനലിലെ റിപ്പോർട്ടർ വന്നെങ്കിൽ അവരൊക്കെ വർഷങ്ങളായിട്ട് സംഘപരിവാർ അനുഭാവിയായി എന്ന് പറഞ്ഞ് തെറ്റു പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ ആരാണ് കേരളത്തിൽ സംഘാനുഭാവി അല്ലാത്തൊരു നേതാവിനെ പറയുന്നത്? കോൺഗ്രസ് എല്ലാ മുസ്ലിങ്ങളും ഉൾപ്പെടെ മുസ്ലിംക്കെല്ലാം സംഘാനുഭാവി. കാരണം വിലക്കെടുത്താണ്, അതല്ല അവർക്ക് മിണ്ടാൻ പറ്റില്ല, മിണ്ടി കാര്യമില്ല. മുസ്ലിം കുഞ്ഞാലിക്കുടികളില്ല, കുഞ്ഞാലിക്കുടി മിണ്ടാൻ പറ്റത്തില്ലല്ലോ, തങ്ങൾക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഇപ്പം എന്ത് പറ്റുവെച്ചാൽ മുസ്ലിം ലീഗിനെ തകർക്കാൻ പലരും ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴാണ് അവർ ശരിക്കും വലയിൽ അടച്ചിൽ വീണു. ഞാനിത് പറയുമ്പോൾ ലീഗ് വിരോധം കൊണ്ടല്ല, നടക്കാനുള്ള കാര്യവും വരാനുള്ള കാര്യവും ഏകദേശം അള്ളാഹുവിൻ്റെയും നാട്ടുകാരുടെയും എൻ്റെ സ്വയമായ ചെറിയ കഴിവ് ഉപയോഗിച്ച് പറയുന്നതാണ്. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് അനുഭാവികൾ നല്ല ശതമാനം പുറത്തു പോവും. അതിൽ കുറേ സ്വാർത്ഥ താല്പര്യക്കാരും ഈ പണം പറ്റിയവരും മാത്രം അവശേഷിക്കും. അങ്ങനെ മുസ്ലിം പ്രമാദിത്വം, ലീഗിൻ്റെ അപ്രമാദിത്വം കേരളത്തിൽ അവസാനിക്കാൻ പോകണം. കേരളത്തിൽ അവസാനിക്കുമ്പോൾ ഇന്ത്യയിലൂടെ അവസാനിക്കുമല്ലോ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ലീഗിന് മിണ്ടാൻ പറ്റില്ല. മിണ്ടാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോലീസ് ആര് പോലീസാണ്? ഒരിക്കൽ CH പോയ ആഭ്യന്തരം ഞാനപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് ലാത്തിച്ചാർജ് വന്നു. ഞങ്ങൾ ലീഗാണെന്ന് പറഞ്ഞ് തമാശ പറയുന്നുണ്ട്. അതുകൊണ്ട് ലീഗാണെന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തിച്ചാർജ് ഇപ്പോൾ ലീഗ് നോക്കി അടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് ചെയ്യാമായിരുന്നു. കേൾക്ക്, പോലീസ് കുറ്റം പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലീസ് എനിക്ക് ഞങ്ങൾ കുറ്റം പറയില്ല, മോശക്കാർ കുറച്ചുണ്ടെങ്കിലും. പക്ഷെ ഒരു കാര്യം, അവർ ഈ ഫയർഫോഴ്സും പോലീസൊക്കെ മെസ്സേജ് കിട്ടുമ്പോൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത് മെസ്സേജ് കിട്ടും. വെറുതെ ഓടിപ്പോവല്ല. അവർ പള്ളിയിലേക്കാണ് പോകുന്നതെന്നും അവിടെ സംഘർഷമുണ്ടെന്നും മനസ്സിലാക്കി അവരെന്ത് ചെയ്യണ്ട, പള്ളി മുറ്റത്ത് പോയി ഷൂസ് ഊരി അകത്ത് കയറാം. നേരത്തെ ഊരായിരുന്നു, ചെയ്തില്ല. വർക്കല ശിവഗിരി മഠത്തിലും ഇതുപോലെ ഷൂസ് ഇട്ട് കയറി തനിക്കുള്ളൂ. ശിവഗിരി മഠം എന്ന് പറഞ്ഞ് മഠത്തിൽ ബഹുമാനിക്കും, പക്ഷേ എങ്കിലും കാല് എഴുതി കയറേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ മുസ്ലിം പള്ളിയിലല്ല, മുസ്ലിം പള്ളിയിൽ കയറുമ്പോൾ കാല് നിർബന്ധമായിട്ട് കഴുകി കയറാവുള്ളൂ. ചെരുപ്പിട്ട് കയറാൻ പാടില്ല, കാല് കഴുകി കയറും. ക്രിസ്ത്യൻ ചർച്ചിൽ അങ്ങനെയല്ല, ചെരുപ്പ് ഷൂസൊക്കെ ഇട്ട് പെൺപള്ളിയിലേക്ക് ഓടി പറഞ്ഞ് ഞാൻ കണ്ടാണ്. കുറച്ചുകൂടി പരിപാവനം എന്ന് അവർ ചോദിക്കുന്നത്, മറ്റുള്ള വിശ്വസിക്കുന്നില്ല, ഓരോ വിശ്വാസം അവരല്ലേ. അങ്ങനെ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടതെന്നും കണക്കാക്കിയിട്ട് പോലീസുകാർ ആ
മുറ്റത്ത് ചെന്നാൽ ഇപ്പോഴും അവിടെ വന്നെങ്കിലും ഒന്ന് ഊരി നിൽക്കാതിരിക്കും. ഷൂസ് ഊരാത്ത സമയമൊന്നും വേണ്ടല്ലോ. അതിൽ കയറി അത് നമ്മൾ അന്തമായിട്ട് എതിർക്കുന്നില്ല. അതൊക്കെ സാഹചര്യം അങ്ങനെ ഷൂസ് ഊരി ചിലപ്പോൾ ഒക്കെ ചെയ്യുക. അതൊക്കെ സാഹചര്യമാണ്. പിന്നെ ക്രമസമാധാന പരിപാലനം ശ്രമിക്കുക. അതൊക്കെ ചിലപ്പോൾ അറിയുക ചെയ്തു പോകും. പോട്ടെ, ശ്രദ്ധിക്കാമായി പറഞ്ഞോളൂ, കുറ്റപ്പെടുത്തല്ല. പക്ഷേ ഇതാണ് കേരളത്തിലെ അവസ്ഥ. സംഘപരിവാറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് ഇപ്പോൾ കാണും. ഇനി അടുത്ത ഗവൺമെൻറ് വന്നാലും അത് തന്നെയാണ്. കാരണം അവർ രണ്ട് രീതിയാണ്. ഞാൻ പറയാം, ലോകത്ത് രണ്ട് ശക്തികൾ, ഒന്ന് ദൈവശക്തി, ഒന്ന് ജനശക്തി. ജനശക്തി നമുക്ക് കാണാൻ പറ്റുമ്പോൾ ദൈവശക്തി കാണാൻ പറ്റില്ല. അപ്പോൾ ലോകത്ത് മറ്റ് രണ്ട് ശക്തികൾ പണവും അധികാരവുമാണ്. ഇന്ന് സംഘപരിവാറിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പണവുകൊണ്ട് പണത്തിന് കണക്കില്ല. സംഘപരിവാർ നമ്മൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഒരു കണക്കില്ല, അത്ര കണ്ട് പണം കൊന്നുകൊണ്ടിരിക്കുക. പവറുണ്ടല്ലോ, കേന്ദ്ര കയ്യിലല്ലേ. ഇപ്പം ഇന്ത്യ എല്ലാം ഒരു നോർമലാക്കി സംഘപരിവാറിൻ്റെ കൈവശപ്പെടുത്തി. ഇനിയിപ്പോൾ അമേരിക്കയിലാക്കാൻ പോയപ്പോഴാണ് അമേരിക്ക പോയപ്പോൾ അവിടുത്തെ ബുദ്ധിജീവികളെ എതിർത്തത്. അതൊക്കെ മനസ്സിലായി. പണ്ടൊരു രാജ്ഞിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സന്യാസി വരുമെന്ന്, ബ്രഹ്മചാരി വരുമെന്ന്. സന്യാസി അങ്ങനെ സന്യാസിനി ആണ്, പെണ്ണാണ്. മരിച്ചു കഴിയുമ്പോഴേ മനവും വലിയ അധികാരി മകൻ പറഞ്ഞു, ഇനി അളയച്ചൻ വരണ്ടിട്ട് അളയച്ചൻ പോയിക്കുമെന്ന് പറഞ്ഞ് 100 കോടി കൊടുത്തു വിട്ടു. അത് വിമാനത്തിൽ പോകുന്ന വഴി വിമാനത്തിൽ ചത്തു പോവുകയും ചെയ്തു. അതുപോലെ കേരളത്തിൽ ഇന്ത്യ പിടിച്ചടക്കി. പിന്നെ അമേരിക്ക, കാനഡ പോലെ അങ്ങനെ യൂറോപ്യൻ കൺട്രീസൊക്കെ. അപ്പോൾ അമേരിക്കക്കാരും അത് വേണ്ട, നിങ്ങളിവിടെ നിന്ന് ജോലി ചെയ്ത് സമ്പാദിച്ചോ കുഴപ്പമില്ല. നിങ്ങളുടെ ആശയ അല്ലെങ്കിൽ ആ പ്രചരണം ഒന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞത് എതിർത്തുക പറയുന്നത് എന്തുമാത്രം ആയെന്നറിയില്ല. പിന്നെ ന്യൂസ് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അത്ര കണ്ട് സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാമൂഹിക മണ്ഡലത്തിൽ, ഇന്ത്യൻ സാംസ്കാരിക മണ്ഡലത്തിൽ, ഇന്ത്യൻ വ്യാവസായിക മണ്ഡലത്തിൽ, ഇന്ത്യൻ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ എല്ലാം ഇത്രയും ആഴത്തിൽ അവരെത്തപ്പെട്ടിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ലീഗുകാർക്കൊന്നും അതിന് ഭവിഷ്യത്തൊന്നും മനസ്സിലാക്കാൻ ചിന്തിച്ചില്ല. കാരണം 100 വർഷം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇന്ത്യയുടെ എന്നല്ല പറഞ്ഞില്ലേ. അത് 100 വർഷം കൊണ്ടുള്ള സംഘപരിവാർ നല്ല ഒരു ദിവസം കൊണ്ട് 2 മാസം കൊണ്ടല്ല. ക്രമാനുഗതമായി പഠിച്ച് ഇങ്ങനെ തെറ്റ് പറഞ്ഞ് 3 വയസ്സ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് മുസ്ലിം എന്ന് കേട്ടാൽ വെറുക്കണം, ക്രിസ്ത്യൻ കേട്ടാൽ വെറുക്കണം, കമ്മ്യൂണിസ്റ്റ് കേട്ടാൽ വെറുക്കണം. ഇപ്പോഴത്തെ അർബൻ നക്സലൈറ്റ്, മോഡേൺ ജനാധിപത്യവാദികൾ, ഈ 4 കൂട്ടുകാർ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യാൻ പറ്റി? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ 100 വർഷമായി വന്നിട്ട് അവർ നിലപാടെന്താണ്, നിലയെന്താണ്? ഇപ്പോൾ മുസ്ലിം ലീഗ് വന്ന് 100 വർഷമായി, എന്തായി നിലപാടിപ്പോൾ? കോൺഗ്രസ് 100 വർഷം, 140 വർഷം കഴിഞ്ഞ പിന്നെ ഡിസംബർ 28-ാം തീയതി 140 വർഷം ഞങ്ങൾ ചെറിയ കൊണ്ടാടി കേരളത്തിൽ. പക്ഷേ കോൺഗ്രസ് അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകം ദിനം കണക്കാക്കിയാൽ കഴിഞ്ഞ വർഷം 2025 ഡിസംബർ 28-ാം തീയതിയാണ് 140 ജന്മദിനം. അത് കോൺഗ്രസ് അറിയാതെ പോയി. അപ്പോൾ അവർക്ക് 150 ആഘോഷം, 140 ആഘോഷം, ഓക്കെ ആഘോഷം. 140 വർഷമായിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ്? കേവലം 20 വർഷം മാത്രം പഴക്കമുള്ള BJP എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സ്വന്തമായിട്ട് ഭരിക്കുന്നു. എവിടെയാണ് തെറ്റുപറ്റി? ആർക്കാണ് തെറ്റുപറ്റിയത്? എങ്ങനെയാണ് തെറ്റുപറ്റിയത്? എപ്പോഴാണ് തെറ്റുപറ്റിയത്? അതിന് പരിഹാരമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ, കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ? നീണ്ട 100 വർഷം ഏതാണ്ട് ആകാൻ പോണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ വന്നിട്ട്, അത് ലീഗുകാർ വന്നിട്ടും ഏതാണ്ട് 100 വർഷം, 75-80 വർഷമായിട്ടോ. കോൺഗ്രസ് വന്നിട്ട് 141 വർഷമായി. ഇന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? പക്ഷേ കേവലം 20 വർഷം, 1980 തുടങ്ങിയ പാർട്ടി 2000 ആയപ്പോഴേക്കും വാജ്പേയി പ്രധാനമന്ത്രിയായില്ലേ. 20 വർഷമായപ്പോഴേക്കും അവർ അധികാരത്തിൽ കയറി. അത് കഴിഞ്ഞ് 8 20 36, അത് കഴിഞ്ഞപ്പോൾ 30 വർഷത്തിന് മുമ്പായിട്ട് മോഡിജിയും വന്നു. കാരണം തെറ്റാകട്ടെ ശരിയാകട്ടെ, ഞാൻ പറയും കക്ക പോയാൽ വിജയിക്കണം. അത് ശരിയോ തെറ്റോ നോക്കില്ല. അതുപോലെ BJPയിൽ സംഘപരിവാറിന് അവർ പറഞ്ഞ പോളിസി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരതിൽ ആത്മാർത്ഥ കാണിക്കുന്നു. അവരതിൽ ആത്മാർത്ഥ കാണിക്കുന്നു. ഈ ആത്മാർത്ഥ കോൺഗ്രസ്, ലീഗിനോ കമ്മ്യൂണിസ്റ്റും ഇല്ല. ലീഗൊക്കെ ഒരു ആൾക്കൂട്ടം, ഒരു സമ്പന്നന്മാരുടെ ഒരു സുഖലോലുവത്. അല്ലാതെ എന്ത് പോളിസി, എന്ത് സോഷ്യലിസ്റ്റ് അവർക്കുള്ളത്, എന്ത് ജനാധിപത്യം അവർക്കുള്ളത്, എന്ത് പിന്നെ എന്താണ് മതേതരത്വം ഉള്ളത്, ഒന്നുമില്ല. ഒരു സമ്പന്നന്മാർ ഒരു കൂട്ട്,
അത് കോൺഗ്രസ്സുകാർ അവർ വിലക്കെടുത്തിട്ട് അവർ നക്കാപ്പിച്ച കൊടുത്തു, അവർ കോൺഗ്രസ് ഭരിക്കുന്നു. ഞങ്ങൾ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈ രമേശിൻ്റെയും സതീശൻ്റെയും വേണുഗോപാലിൻ്റെയും പാർട്ടിക്ക് അവർ സമുദായത്തിൽ കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു ഈഴവൻ്റെ വോട്ടാണ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് ക്രിസ്ത്യൻസിന് കിട്ടുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ UDF. അതേസമയത്ത് 100 വോട്ട് ചെയ്യുമ്പോൾ 30-31 വോട്ട് മുസ്ലിങ്ങൾ കിട്ടുന്നുണ്ട് UDF, പ്രത്യേകം കഴിഞ്ഞ ഇലക്ഷനിൽ. ഇതിന് ആ പരിഗണന ഉണ്ടോ? KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞു, രാഹുലിന് മനസ്സിലായി. എന്താ പറഞ്ഞോ, 20% വരുന്ന മുസ്ലിങ്ങൾ, 30 കോടിയുള്ള മുസ്ലിങ്ങളിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് മുന്നണിക്കാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഭരണത്തിൽ ഉണ്ടാവില്ല. ഇത് പിന്നെ സതീശ് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഞങ്ങൾ പുറമേ പിന്തുണയ്ക്കുള്ളൂ, ഞങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. ലീഗ് ഔദ്യോഗികമായിട്ട് തന്നെ കോൺഗ്രസ് അറിയിച്ചാൽ വേണു അറിയില്ലോ. വേണു രാഹുലിനോട് പറഞ്ഞു അപകടമാണ്. അവർ ലീഗ് ബന്ധത്തില്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസിൽ മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് നഷ്ടപ്പെടും. വയനാട് പോലും തോറ്റു. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആകുന്നില്ല. മുഖ്യമന്ത്രി ആകാൻ രാഹുൽ പറഞ്ഞു ആരെ, KC വേണുഗോപാലിനോട്. പുള്ളി ഏറ്റില്ല. നിന്ന പോലെ ജയിക്കണ്ടേ. ഈ കോൺഗ്രസ് ലീഗുകാർ ഒരു ഉപാധി കൂടി വെച്ചു, ഞങ്ങൾ പുറമേ നിന്ന് പിന്തുണ കൊടുക്കാം, KC വേണുഗോപാൽ നിന്ന് ജയിച്ചു വരട്ടെ, എന്നിട്ട് ഞങ്ങൾ മന്ത്രിസഭയിൽ കയറുന്നത്. ഇപ്പം ജയിക്കില്ലെന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ കാല് വരുന്ന ഉറപ്പുണ്ട്. ഇത് കണക്കാക്കി വീട് കുറച്ച് വേണ്ട, സതീഷ് ആകട്ടെ എന്ന് പറഞ്ഞു. കാര്യത്തിൽ കിടപ്പുണ്ടല്ലേ. നമ്മൾ എന്തിനാണ് ഈ പ്രായത്തിലും അല്പം വിസ്കി അടിച്ച് 2 വീടും കഴിച്ച് വല്ല ബാറിലിരിക്കേണ്ട പ്രായമാണ് ഞങ്ങളുടേത്. അതില്ലാതെ പട്ടൻ ചായം കുടിച്ച് കാട് കിട്ടുന്ന വരുമാനം ഇതിനോട് ചെലവഴിക്കുന്നത് എന്തിനാ? ഒരു മനസ്സമാധാനത്തിനും നാട്ടിലൊരു സമാധാനം ഉണ്ടാവണം. ജാതിക്കും മതത്തിനും വർഗത്തിനും ലിംഗത്തിനും പ്രദേശത്തിനും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ നീതി വേണമെന്ന് വിചാരിച്ചാണ് ഈ വയസ്സായ കാലത്തും നമ്മളെ കൃത്യസമയം നോക്കി. ഇപ്പോൾ അരമണിക്കൂർ നമ്മൾ പറഞ്ഞെങ്കിൽ അരമണിക്കൂർ പറയാൻ വേണ്ടി പറ്റുമോ? എത്ര ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളൊക്കെ വാർത്ത കണ്ട ശേഷം പറയാൻ പറ്റുന്നത്? പറയുമ്പോൾ ഓഫായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത് സ്റ്റഡി ചെയ്യണ്ടേ? സമാധാനം ഉണ്ടാകണം. ജനങ്ങൾക്ക് തുല്യനീതി വേണം. ഞങ്ങൾ 1913 അമേരിക്കയിൽ റെയിൽവേ സ്റ്റേഷൻ, ഭൂഗർഭ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി. ആദ്യ സമയത്ത് കേരളത്തിലെ ഇന്ത്യയിലേക്ക് ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുലിന് എത്ര അടി മാറണം, ഈഴും എത്ര അടി മാറണം എന്നുള്ള കണക്കൂട്ടിലായിരുന്നു. ഇന്ത്യയിലെ കാര്യം പറഞ്ഞത്. ഇന്നലെ ഓണാഘോഷപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിക്കരുത്. 5ാം അവതാരമാണ്, 4ാമത്തെ അവതാരം വെച്ചാണ്. അന്ന് ഭൂമി പാതാളത്തിൽ വന്ന് ചവിട്ടി പാതാളത്തിൽ താഴ്ത്തി വന്നു. അത് പരശുരാമനാണ് മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അത് 6ാം അവതാരം വെച്ചാണ്. അപ്പോൾ 6ാം അവതാരത്തിൽ ഉണ്ടാക്കിയ ഭൂമി 5ാം അവതാരം വന്ന് എങ്ങനെ നശിപ്പിക്കും എന്നൊക്കെ ചോദ്യം ഉണ്ടാക്കുക. ചോദ്യമാണ്, ഞാൻ ഉത്തരവില്ലെന്ന് പറയാക്കാം, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടിപാടുകളാണ് ഇന്ത്യയിൽ. ഞങ്ങൾ ഒരു 1950 മുതൽ 2000 വരെ ഏതാണ്ട് ഒരു അല്പം നീതിയും അന്ധവിശ്വാസവും അനാചാരത്തിനൊക്കെ ഒരു എതിരൊക്കെ ഉണ്ടായിരുന്നു. അത് DYFIക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ മുസ്ലിം നേതാക്കളും ക്രിസ്ത്യൻ നേതാക്കളും ഒക്കെ പിന്നെ SNDP പിന്നെ നമ്മുടെ അയ്യങ്കളിയൊക്കെ അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അല്പം മാറ്റം വന്നത്. അത് കേവലം 50 നൂറ്റാണ്ട് മാത്രമേ ഉള്ളൂ. 2000 ശേഷം തുടങ്ങി സിനിമ സീരിയലൊക്കെ വന്നപ്പോൾ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പക്ക അന്ധവിശ്വാസത്തിൽ സിനിമ കാണിക്കുന്നത്. യാതൊരു സാധ്യതയില്ലാത്ത കാര്യമല്ലേ പറയുന്നത്. മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ വെച്ചുകൊണ്ട് സിനിമ ഉണ്ടാക്കി കഥ എഴുതുന്ന കള്ളന്മാർ എത്ര ദുരാചാരവും അനാചാരവും അന്ധവിശ്വാസവും അപ്രായോഗികമായ കഥയാണ് പറയുന്നത്. അത് കാണുന്ന ആളുമുണ്ട്. കാരണം ഒരു സിനിമയിൽ നിങ്ങൾ ആലോചിച്ച്, ഒരു സിനിമയിൽ ഒരു കാക്ക കഥാപാത്രം വന്ന് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, കയറി കഴിഞ്ഞാൽ അത് പിന്നെ അമ്പലമല്ല കൊട്ടാഴ്ച അശുദ്ധമാകും. പറയിപ്പിക്കുകയാണ് എഴുത്തുകാരും. തിരുവനന്തപുരം ഒരു ആർഷമേധാവി അവനുള്ള കഥ എഴുതുന്നത്. ഇപ്പം ഞങ്ങൾ കഥ കത്തിയും വരുന്നില്ലല്ലോ. ഞങ്ങൾ കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ജാതിയെക്കുറിച്ച് വേണമെങ്കിൽ ദുഷ്ടനും നല്ലവനും ഒരു ജാതി തന്നെ ആയിരിക്കണം. ഒരു ജാതി ദുഷ്ടനും ഒരു ജാതി നല്ലവനാക്കി വെച്ചിരിക്കും. ഏത് ജാതി, ഇപ്പോൾ ഹിന്ദു ജാതിയിൽ മോശക്കാരനും മുസ്ലിം ജാതി നല്ല, അതും വേണ്ട. അങ്ങനത്തെ അഭ്യാസം പണിക്കട്ടെ. നിങ്ങൾ മോശക്കാരനാകുകയാണെങ്കിൽ ആ ജാതി തന്നെ നല്ലവനും ചീത്തയാണ്. അല്ലാതെ ഒരു ജാതിയിൽ അവരെല്ലാം നല്ലവർ, മറ്റു ജാതിയിൽ ചീത്തവർ, അത് വേണ്ട. കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അങ്ങനെ പറയുന്നത് മുസ്ലിം ലീഗിനെയും സതീശെ പോലെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ
സംഘപരിവാർ വിലക്കെടുത്ത് അവർക്കൊന്നും ഇനി ജനകീയമായ കാര്യങ്ങൾ സംസാരിക്കാനും പറ്റാത്ത വിധത്തിൽ അരക്കിട്ടുറപ്പിച്ച് സീൽ ചെയ്ത് കഴിഞ്ഞു. താങ്കൾക്കൊന്നും ഇനി മിണ്ടാൻ പറ്റില്ല, സതീഷിന് മിണ്ടാൻ പറ്റില്ല, സതീഷ് പറയാനും പറ്റില്ല. എന്തിനാണ് ഞാൻ പിന്നെ 1-ാം തീയതി 4-ാം തീയതി വോട്ടെടുത്ത് 1-ാം തീയതി മംഗലാപുരത്ത് പോയത് എന്ന് പറയാൻ ഇതിനെ പറഞ്ഞില്ല. അവർ പത്രക്കാർ ചോദിച്ചിട്ടില്ല. പുള്ളിത് പറയാൻ പറ്റില്ല, ന്യായമായിട്ട് പറയാൻ പറ്റിയതല്ല, മൗനമാണ്. ഇനി അങ്ങനെ മൗനം എന്നാലും ഇത് പേടിക്കാന്നുള്ള ഒന്നുമില്ല. ഈ ഭരണ പോലെ അടുത്ത് BJP-യിൽ കയറിക്കൂടാം, എല്ലാ പദവിയും കിട്ടും. പിന്നെ സതീഷിന് എന്ത് പേടിക്കാനുള്ളത്, രമേശ് എന്ത് പേടിക്കാനുള്ളത്, KC എന്ത് പേടിക്കാനുള്ളത്? ഇവർക്കൊന്നും പേടിക്കാനില്ല. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ക്ലിയർ കിടക്കാണ്, തുറന്ന് കിടക്കാണ്. അതല്ലേ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യം പോലെ ഇപ്പോൾ ഓണം ആയി കഴിഞ്ഞല്ലോ, ഏതാണ്ട് 1000 കോടി രൂപയുടെ മദ്യമാണ് ആ ഏതാനും ദിവസങ്ങളിൽ വിറ്റിരിക്കുന്നത്. ഒരു മുസ്ലിം പെരുന്നാൾ മറ്റു വരട്ടെ, എക്സ്ട്രാ 1 രൂപയുടെ മദ്യം വിൽക്കണോ കൂടുതലായിട്ട്? ആ പഴയത് വിൽക്കണം. അതായത് ഭക്ഷ്യസാധനങ്ങൾ ഒരു മാസം കൊണ്ടായിട്ട് വാങ്ങിച്ചത് 300, 200 കോടിയുള്ളൂ. സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെ സർക്കാർ സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചത്, ഇത് 1000 കോടികളാണ്. എന്താണ് അപകടം? പുകവലി, മദ്യപാനം, ഇതൊക്കെയാണല്ലോ ഈ എല്ലാ മാറാ രോഗങ്ങൾ കാരണം. എന്നിട്ടിത് ചെയ്യുന്നുണ്ടോ? അത് ഉൽപാദന സ്ഥലത്ത് നിയന്ത്രിക്കണം. ഇപ്പോൾ പരിപ്പിൽ മാഞ്ചെന്ന് ഏതോ കടക്കാരൻ ഒരു 10 കിലോ പരിപ്പ് വാങ്ങിച്ച് കടയിൽ കൊണ്ട് വെച്ച് വിൽക്കും, അവിടെ നിന്ന് സാമ്പിൾ എടുക്കുമ്പോൾ അവൻ കുറ്റവാളിയാകാണ്. പക്ഷെ അവനോട് ചെയ്യുന്നുണ്ടോ? അവൻ മിക്സി പിടിച്ചിട്ടുണ്ടോ? മിക്സി പിടിച്ച് കമ്പനിയില്ലേ, കമ്പനി പിടിക്കില്ല. ആ വിറ്റതിൻ്റെ ആൾക്ക് അവർ പേരിൽ ശിക്ഷ കൊടുക്കാണ് 1000 രൂപ. അങ്ങനെ ഓരോന്ന് ഉൽപ്പാദനം. ഇപ്പോൾ സുഖവലി പാടില്ല, ഉൽപ്പാദന സ്ഥലത്ത് നിയന്ത്രിക്കണം. നിയന്ത്രിക്കുന്നില്ല. വല്ല കടക്കാരെ വിറ്റ് കഴിഞ്ഞാൽ നിൽക്കും. അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ ഈ പുക പോലെയുള്ള മദ്യം കലർന്ന പുക, അല്ലെങ്കിൽ രാസപദാർത്ഥം കലർന്ന ഇത് വീടി ഒക്കെ ഉള്ളത്, അത് വിൽക്കുന്നിടത്താണ് പിടിക്കുന്നത്. അത് പോലീസ് ഹെൽമെറ്റ് പിടിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് കാണാം. അതേക്കാൾ അപകടം വാഹനം ഓടിക്കുന്ന അമിത സ്പീഡും മദ്യപയോഗിച്ച് ഓടിക്കുന്നതാണ്. കാരണം ഏറ്റവും 90% കാരണം, ബാക്കി 10% മറ്റു കാരണം. എന്നിട്ട് അത് പിടിക്കാൻ പാടുണ്ട്. കാരണം ഒരു വണ്ടി ഇവിടെ മറ്റേ വണ്ടി വേണം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ പോകുന്ന വഴിക്ക് മറയിൽ നിന്നുകൊണ്ട് പോകുന്ന വഴിക്ക് തലയിലേക്ക് നോക്കി 500, 1000 കൊടുക്കും. പോകില്ല, അവർ എടുക്കുക കിട്ടും, എളുപ്പമാണ് അവർക്ക്. അതുപോലെയുണ്ട്. കമ്പനി പോയി പാതിരി അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. പണ്ട് സിനിമ ഇപ്പതല്ലേ, കേന്ദ്രമന്ത്രിയുടെ അടുക്കൽ നിന്നാണ് ഞാൻ ഈ പ്രതിയെ പൊക്കിയത്. പോലീസുകാർ നിങ്ങൾ എന്നാൽ അവരെ ഗേറ്റ് ചെല്ലാൻ പറ്റുള്ളൂ, അത് കിടക്കാൻ പറ്റില്ല എന്ന് മോഹൻലാലിനെ കൂടെ പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത്. അതുപോലെ ഇവരൊന്നും ആ മാനുഫാക്ചറിങ് കമ്പനി ചെന്നാൽ അവർക്ക് കടക്കാൻ പറ്റില്ല. കാരണം അത് ഉന്നതങ്ങളാണ്. അപ്പല്ലേ ഒരു ആൾ ദൈവത്തിനെടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ വന്ന് തല കുമ്പിട്ട് നിൽക്കുമ്പോൾ പിന്നെ ആ ആൾ ദൈവത്തിന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേ പോലീസ് വന്ന് ചോദിക്കാൻ തരുമുണ്ടോ? പേരെടുത്ത് പറയാം, മാതാബന്ധാനെന്ന് പോയി. അവർ അവിടെ സ്ഥലത്താണ് 20 ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 പൈസ നികുതി കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, നമ്പർ ഇട്ടിട്ടില്ല. ഒരുത്തനൊരു വീട് വെച്ച്, എനിക്കറിയാതെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീട് വെച്ച്, വീടല്ല ഒരു കട പണത്, ഒരു അവർ സ്ഥലം കൊടുത്തോണ്ട് കഴിക്കുക, അടി കുറഞ്ഞതിന് പേരിൽ കൊടുത്തില്ല. അദ്ദേഹം നിരാശ മരിച്ചു പോയി, ആത്മഹത്യയിൽ തന്നെ മരിച്ചാണ്. ഇത് ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ നമ്പർ വിടാതെ അത് 20-25 നിലയിൽ കിടന്നുണ്ട് ചെയ്യാണ്. ആര് ചോദിക്കാൻ? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.